രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആണുങ്ങളെ വശീകരിച്ച് കൊന്നുകളയുന്ന പ്രേതങ്ങൾ, പഴയ കാവുകളിലും വൻ മരങ്ങളിലും കുടിയിരിക്കുന്ന രക്ഷസുകൾ, ചെന്നായിയായി മാറാൻ കഴിവുള്ള മനുഷ്യർ, വവ്വാലുകളെ പോലെ പറന്നു നടന്ന് മനുഷ്യരുടെ രക്തമൂറ്റി കുടിക്കുന്ന ഭീകരന്മാർ. പണ്ട് മുത്തശ്ശിമാർ പറയാറുള്ള ഇത്തരം പ്രേതകഥകൾ കേട്ട് വളർന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. ഹൊറർ കഥകളോട് പൊതുവെ ഒരു ഇഷ്ടക്കൂടുതൽ എല്ലാതരം ആൾക്കാർക്കുമുണ്ട്. ഇത്തരം തീമുകളുമായി വരുന്ന ചിത്രങ്ങൾ പല കാലങ്ങളിൽ ഇന്ത്യൻ സിനിമാ ലോകത്ത് ട്രെൻഡായിട്ടുമുണ്ട്. നമ്മുടെ മലയാള സിനിമയുടെ കാര്യം നോക്കിയാൽ 2000-ന്റെ തുടക്കത്തിലായിരുന്നു ഇത്തരമൊരു ട്രെൻഡ്. ആകാശഗംഗ, പകൽപൂരം, മേഘസന്ദേശം, ഇന്ദ്രിയം എന്നീ ചിത്രങ്ങൾ വൻ പ്രേക്ഷക സ്വീകാര്യത നേടി. ബോളിവുഡിൽ പഴയ ക്ലീഷേ ഇന്ത്യൻ ടച്ച് ഹൊറർ ട്രെൻഡ് മാറി ഹോളിവുഡ് സ്റ്റൈൽ ഹൊറർ സിനിമകൾ ട്രെൻഡാകാൻ തുടങ്ങിയത് 2010 സമയത്തായിരുന്നു. ആ സമയത്ത് പുറത്തിറങ്ങിയ 1920, റാസ്, റാഗിനി MMS, 13B എന്നീ സിനിമകൾ ശ്രദ്ധേയമായി. ഇപ്പോഴും ഇന്ത്യൻ സിനിമയിൽ ഒരു ഹൊറർ ട്രെൻഡുണ്ട്, ഹൊറർ കോമഡി ചിത്രങ്ങളുടെ ട്രെൻഡ്. ഇത്തരം സിനിമകൾക്ക് പണ്ട് മുതലേ ഇന്ത്യയിലൊരു മാർക്കറ്റുണ്ട്. പല കാലത്ത് പല ചിത്രങ്ങൾ ഈ ജോണറിൽ വിജയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിൻ്റെ വൻ കച്ചവട സാധ്യത ആദ്യമായി തിരിച്ചറിയുന്നത് മെഡോക് ഫിലിംസ് ആണ്. അവരുടെ ഹൊറർ കോമഡി യൂണിവേഴ്സ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിസ്മയങ്ങൾ തീർക്കുന്നു. അതിപ്പോൾ വൻ ബജറ്റിൽ പുറത്തിറങ്ങിയ സ്ത്രീ 2 ആകട്ടെ, മുഞ്ചിയ പോലെ ഒരു കുഞ്ഞു ചിത്രമാകട്ടെ, എല്ലാം വൻ വിജയങ്ങളാണ്. ഹൊറർ കോമഡിക്കപ്പുറം ഇന്ത്യൻ സംസ്കാരവും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള മുത്തശ്ശി കഥകളും അടങ്ങിയതാണ് ഈ സിനിമകൾ. സ്ത്രീ, ഭേഡിയ, മുഞ്ചിയ, സ്ത്രീ 2 എന്നീ സിനിമകളാണ് മെഡോക് ഫിലിംസിൽ ഇതുവരെ പുറത്തിറങ്ങിയത്. ഈ ഫ്രാഞ്ചൈസിയുടെ അടുത്ത ഇൻസ്റ്റാൾമെൻ്റാണ് ഈ ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന താമ എന്ന ചിത്രം. ആയുഷ്മാൻ ഖുറാനയും രശ്മിക മന്ദാനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ ഒരു വാമ്പയർ ലവ് സ്റ്റോറിയാണ്. ആദ്യമായാണ് ഈ യൂണിവേഴ്സിലെ ഒരു ചിത്രം കോമഡി ട്രാക്കിൽ നിന്ന് വ്യതിചലിച്ച് കുറച്ചുകൂടി സീരിയസ് ആയ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. ഒപ്പം അവരുടെ ആദ്യ പ്രണയ ചിത്രം കൂടിയാണിത്. മാത്രമല്ല, ഇന്ത്യൻ ഹൊറർ സ്റ്റോറീസിൽ നിന്ന് മാറി മെഡോക് ഫിലിംസ് വാമ്പയർ പോലെ ഒരു ഹോളിവുഡ് ആശയത്തെ അവതരിപ്പിക്കുന്നു എന്നതും താമയുടെ പ്രത്യേകതയാണ്. ഭേഡിയ എന്ന ചിത്രവും ഇതുപോലെ തന്നെയായിരുന്നു. വെയർവൂൾഫ് എന്ന വെസ്റ്റേൺ ആശയത്തെ ഇന്ത്യൻ സംസ്കാരവുമായി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്താണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. താമയും സമാനമായ രീതിയിൽ പൂർണ്ണമായി ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് ഒരുക്കുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. വാമ്പയർ കഥകളിൽ മന്ത്രവാദവും ഹോമവും ഒക്കെ വരുമ്പോൾ എന്താകും അവസ്ഥയെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. എന്നാൽ ഈ ചിത്രത്തിൽ പോലും ബോളിവുഡിന് അവരുടെ സ്ഥിരം മസാല എലമെൻറ്റുകൾ കുത്തിക്കയറ്റാനാണ് ആവേശം. ഹോളിവുഡിൽ കണ്ടാൽ പേടി തോന്നുന്ന വാമ്പയറുകളെയാണ് ഇതുവരെ അവതരിപ്പിച്ചതെങ്കിൽ താമയിൽ കാണാൻ കഴിയുന്നതാകട്ടെ അർത്ഥനഗ്നരായി ഗ്ലാമറസായി നിൽക്കുന്ന കഥാപാത്രങ്ങളെ. കഥയിലെ ഡെപ്തിലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഗ്ലാമർ പ്രദർശനത്തിനാണ് ബോളിവുഡിൻ്റെ ശ്രദ്ധ. രശ്മിയെ പോലെ മാർക്കറ്റ് വാല്യൂ ഉയർന്ന നായികയെ അർത്ഥനഗ്നയാക്കി സ്ക്രീനിൽ അവതരിപ്പിച്ചാൽ കിട്ടുന്ന പ്രേക്ഷക ശ്രദ്ധ വിറ്റ് കാശാക്കുക, തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ നിറയ്ക്കുക, ഒരു മിനിമം ഗ്യാരണ്ടി ഇതിനൊക്കെ ഉണ്ടാവുമല്ലോ. ഹൊറർ കാണിക്കാൻ പോയിട്ട് ലാസ്റ്റ് ബോളിവുഡിൻ്റെ യക്ഷിയും ഞാനും ആകാതിരുന്നാൽ ഭാഗ്യം. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. വാർ 2-ൽ ഇന്ത്യൻ ആർമി ഓഫീസറായ കിയാര അദ്വാനിയുടെ കഥാപാത്രത്തിനെ കൊണ്ട് ബിക്കിനി ഉടുപ്പിച്ച ചരിത്രവും ബോളിവുഡിനുണ്ട്. എന്തായാലും മെഡോക് ഹൊറർ യൂണിവേഴ്സിലെ മറ്റ് ചിത്രങ്ങളെപ്പോലെ മികച്ചൊരു ചിത്രമാകട്ടെ താമയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.